ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതാണ്ട് ഫിഷ് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചീരത്തോരന് വേണ്ടിയിട്ട് ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, കപ്പയെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫിഷിൻ്റെ തണുപ്പ് മാറാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടല വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ചോറും കൂടി അങ്ങ് ആക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം ടൈം 3 o'clock എന്തോ ആയിട്ടേ ഉള്ളൂ. കാരണം ഏട്ടൻ ഇന്ന് 5:30ക്ക് തന്നെ പോകണം ഓഫീസിലേക്ക്. കാരണം ഇന്ന് സ്പെഷ്യൽ പരേഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, അതിനുശേഷം നമുക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് കഷ്ണങ്ങളാക്കി അരിയാം. ഞാൻ അതൊന്ന് കഷ്ണങ്ങളാക്കിയതിന് ശേഷം ചോപ്പറിലിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ അളവിന് കിട്ടും. പിന്നെ അതിനുശേഷം ഞാൻ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കുകയാണ് കേട്ടോ. പിന്നെ മീൻകറിയുടെയൊക്കെ ഒരു വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് അതൊക്കെ ഞാൻ ഇടുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് താണ്ടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് പുളിവെള്ളം ഒക്കെ ഒഴിക്കാം. പിന്നെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്കത് അടുപ്പത്തേക്ക് വെക്കാം. അതിനുശേഷം നമ്മൾ അരി താണ്ട വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഊറ്റി വെക്കാം. പിന്നെ അതിനുശേഷം താണ്ട ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എല്ലാ അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി അത് എല്ലാം ഒന്ന് യോജിപ്പിക്കാം. നമ്മൾ അപ്പോഴത്തേക്ക് അടുപ്പിലേക്ക് ഫിഷ് ഫ്രൈക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുകയാണ് കേട്ടോ. അതൊന്ന് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയല്ലോ. പിന്നെ കപ്പ നമ്മളവിടെ ഞങ്ങൾ ഉപ്പും മഞ്ഞളും ഇട്ടാണ് കൊല്ലത്തൊക്കെ വേവിക്കുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത്. നമ്മുടെ ചീരത്തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി ആയിട്ടുണ്ട്. കടലക്കറിക്കുള്ള അരപ്പും ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പെടച്ചടിച്ചാണ് കേട്ടോ എല്ലാം വെക്കുന്നത്. കാരണം 5:30ക്ക് തന്നെ ഇറങ്ങണം കറക്റ്റ്. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏട്ടൻ നിൽക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഫിഷ് കറി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ ചീരത്തോരനൊക്കെ, നമ്മുടെ ചീരത്തോരൻ്റെ വീഡിയോ ഒക്കെ സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ ഫിഷ് കറി ആയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയും വെച്ച് നമ്മുടെ കടലക്കറിയൊക്കെ തിളക്കിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.